ഹായ് ഹലോ എവ്രി വൺ. ഹായ്. ഫ്ലോ കളഞ്ഞു. അങ്ങനെ ഒരു ബിഗ് ബോസ് കാലം തുടങ്ങുകയാണ്. വീണ്ടും വരവായി. അതെ. പൊന്നോണം വരവായി എന്ന് പറയുന്ന പോലെ ബിഗ് ബോസ് വരവായി. നെയ്യാണ് പറഞ്ഞോ. തീർത്ത ഞാൻ പറയട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുകയായി. പറ. അല്ല പറഞ്ഞോ. എനിക്ക് ഇന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് പറയാനൊക്കെ അറിയട്ടോ, ഞാൻ പഠിച്ചാളാണ്. പറഞ്ഞോ. അപ്പൊ നമ്മുടെ ഇക്കൊല്ലത്തെ ബിഗ് ബോസ് സീസൺ 8 വരവായി. എത്ര വട്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ലൂപ്പ് മോഡോ? അഗ്നിപരീക്ഷ. 30 ദിവസത്തെ അഗ്നിപരീക്ഷ ഇന്ന് തുടങ്ങി. അഗ്നിപരീക്ഷേന്റെ വിക്കിപീഡിയ അല്ല ചോദിച്ചത്. പറയൂ, തുടങ്ങൂ. അല്ല, നമ്മള് ബിഗ് ബോസിന്റെ പറയുമ്പോ എന്തായാലും വെറുപ്പിക്കലുണ്ടാവുമല്ലോ, അപ്പൊ അത് പറയട്ടെ. ഓൾറെഡി നമ്മള് വെറുപ്പിക്കലാണ്, അപ്പൊ ബിഗ് ബോസിന്റെ കൂടി ആകുമ്പോ കുറച്ച് എക്സ്ട്രാ വരട്ടെ. പറയൂ. ആദ്യമേ ഒരു കാര്യം പറയാം, ബിഗ് ബോസ് കോണ്ടന്റുകൾ കാണാൻ താല്പര്യമില്ലാത്തവര് ഗതി കെട്ട് ഇവിടെ നിൽക്കണ്ട. ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാം. ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത വേറെ വീഡിയോ വേറെ ആരുതെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക് കൊടുത്ത് കണ്ടോ. നോട്ട് ഇൻട്രസ്റ്റഡ് ഒന്നും കൊടുക്കാം. ഇനി ബിഗ് ബോസ് കണ്ടിട്ട് കുറ്റം പറയാനാണ്, മനസ്സിലായോ? അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാണും വേണം, കുറ്റം പറയും വേണം. അങ്ങനെയുള്ള ടീംസിന് നിൽക്കാം, കുഴപ്പമില്ല. കമന്റ് ഇടാട്ടോ, എല്ലാ കമന്റും ഇടാം. അപ്പോൾ നമ്മൾ അഗ്നിപരീക്ഷ പരിപാടി ഇന്നലെ കണ്ടു. അത് പറയണവരോട്, അതായത് രാത്രി 12 മണിക്കാണ് ജിയോ സ്റ്റാറിൽ വരുന്നത്. നട്ടപ്പാതിരിക്ക് എനിക്കിതൊരു ഭീഷണിയാണ്, കാരണം എന്റെ നട്ടപ്പാതിര വീഡിയോന്റെ ടൈമിലാണ് നമുക്ക് അല്ല അത് ഞാൻ ഇട്ടുണ്ട് അതിന്റെ പണിയാണല്ലോ, അത് ഞാൻ ചെയ്തോണ്ട് നട്ടപ്പാതിര വീഡിയോക്ക് വന്നാ മതി. അതെ, ജിയോ സ്റ്റാറില് 1 മണിക്കൂറാണ്, അത് കഴിയുമ്പോഴത്തേക്ക് 1 മണി കഴിയും, അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രശ്നമല്ല. അപ്പോ പക്ഷെ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർക്കങ്ങളുണ്ട്. ഈ അന്ന ആരെയും വിളിച്ചിട്ട് വലിഞ്ഞു കയറി വന്നാണല്ലോ. അപ്പൊ അന്നെ ഞാൻ ക്ഷണിച്ചിട്ടൊന്നുമില്ല. അത് എന്റെ ഇഷ്ടത്തിന് നീ വന്നു ഞാൻ എന്നെ എഴുതി, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് വലിയ ബിഗ് ബോസ് ഇവിടെ നടക്കും. അപ്പൊ ബിഗ് ബോസ് 8ന്റെ ഒരു പ്രത്യേകത, അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞിട്ട് കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു പുതിയ ഐറ്റം അല്ലെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. മേ ബി വരും വർഷങ്ങളിലൊക്കെ ഈ ഒരു സാധനം കാണും, ബിക്കോസ് അവർക്ക് സെയിൽസ് കൂടുകയാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് ആ ഒരു 100 ദിവസത്തിന്റെ കൂട്ടത്തിൽ ഒരു 30 days പ്ലസ് എക്സ്ട്രാ കിട്ടുകയാണ്. അപ്പോൾ അവർക്ക് അത്രയും എന്താണ് ആ OTT പ്ലാറ്റ്ഫോമിനും ചാനലിനും ഒക്കെ സെല് ചെയ്യാനുള്ള സാധനങ്ങൾ കൂടുതൽ കിട്ടുന്നു. ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാം. അങ്ങനത്തെ കുറെ ഐറ്റങ്ങൾ ഉണ്ട് ഇതിനകത്ത്. വേറെ സീസണിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്, വേറെ ലാംഗ്വേജിൽ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ ഇപ്രാവശ്യം അഗ്നിപരീക്ഷ സീസൺ 1, ഇനി അഗ്നിപരീക്ഷ സീസൺ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ ഇങ്ങനെ വരും. ആൻഡ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഈ മ്യൂസിക് സൈഡ് ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും വർക്കായില്ല. സീരിയസ്ലി പറയാ, അത് എത്ര പേർക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പാട്ട്. എനിക്ക് ആ പാട്ട് BGM മൊത്തത്തിൽ ഒരു ഭയങ്കര സബ്സ്റ്റാൻഡേർഡ് പോലത്തെ ഒരു ഐറ്റം പോലെ തോന്നി. ബിക്കോസ് ബിഗ് ബോസ് ഒറിജിനൽ വെച്ചൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് കഥയേറിയ ഒരു പക്ഷേ ഇത്രയും സീസണുകൾ കേട്ട് വന്ന് അത് പരിചയപ്പെട്ട് അതിൽ ഭയങ്കര ഓക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് പുതിയൊരു സാധനം കേൾക്കുമ്പോൾ നമുക്കൊരു ഫ്ലോ കുറവുള്ള പോലെ തോന്നാം. കാരണം നമ്മളെ മനസ്സിൽ ബിഗ് ബോസ് പറയുമ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ സാധനമാണ്, ലോകത്തിൻ കഥ ഗതിയറിയാതെ ആ സാധനം. പക്ഷെ ഇതൊരു പഞ്ചില്ല, എവിടേക്കോ ഭയങ്കര ഒരു ലോ പോലെ ഫീൽ ചെയ്തു. അതൊന്ന് വർക്കൗട്ട് ചെയ്തിട്ടില്ലേ, കുറച്ചും കൂടി ഒരു കിടിലൻ സാധനം കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും. അത് അഗ്നിപരീക്ഷയിലും മാത്രം ഒതുങ്ങിയ നല്ലത്. ബാക്കി ഒറിജിനൽ എപ്പിസോഡ് അഗ്നിപരീക്ഷയിൽ തന്നെ അതൊരു സെറ്റ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ സോങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് സോങ്ങിന്റെ ഒക്കെ പരിപാടികൾ എന്റെ എപ്പിസോഡില് നമ്മൾ കാണുമ്പോ അതിന്റെ ഇടയിൽ മറ്റേ പാട്ട് വരും. അപ്പോഴും നമുക്ക് സാധനം കേൾക്കാൻ ഭയങ്കര രസമാണ്. എനിക്ക് നല്ല നൊസ്റ്റുമാണ്, കാരണം ലാലേട്ടൻ വരുന്ന സാറ്റർഡേ സൺഡേ ഓരോ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനും ആ പാട്ട് ഭയങ്കര ആയിരിക്കും. ഞങ്ങൾക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും നല്ല രസമുള്ള സാധനമായിരുന്നു പാട്ട്. അപ്പോൾ നമ്മളെ റനീഷ റഹ്മാൻ, റനീഷയാണ് ഹോസ്റ്റ്. റനീഷ ആസ് യൂഷ്വൽ ബിഗ് ബോസ് ആ ഒരു ലൂപ്പിനകത്ത് ഉള്ളൊരു വ്യക്തിയാണ്. അവരുടെ ഒരു കോമൺ എലമെന്റ് ആണ് റനീഷ. കാരണം എന്തെങ്കിലും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റനീഷ. നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റനീഷയുടെ ഒരു ഫുൾ എൻറ്റയർ എപ്പിസോഡ്, ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എവിടേക്കോ ഒരു എന്താ പറയാ ഭയങ്കര കാഷ്വൽ ആയിട്ട് സാധനങ്ങൾ ഡീൽ ചെയ്ത പോലെ തോന്നി. ബിക്കോസ് നോർമൽ വളരെ എന്താ പറയാ
ഒരു ഹൈപ്പം തോന്നിയില്ല. റെനീഷയിൽ നിന്ന് തോന്നുന്ന പ്രൊഫഷണലിസം അതിലെവിടെയോ ഒരു എന്താ പറയാ, വീട്ടിൽ വന്നിട്ട് സ്വന്തം വീട്ടിലത്തെ കാര്യം ബിഗ് ബോസ് അവരുടെ എനിക്കറിയില്ല, എവിടെയോ ഒരു ഫ്ലോ കുറവുള്ള പോലെ തോന്നി. ബട്ട് ഓക്കെ ആവും, അവർക്കും ഫസ്റ്റ് ആണ്, കാരണം ഒരു ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ പല കാര്യങ്ങളും അവരും ആദ്യമായിട്ട് കേൾക്കുന്നതും ആദ്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതുമല്ലേ. അപ്പൊ അത് പിക്കപ്പ് ആവും. കാഷ്വൽ ടോക്ക് പോലെ തോന്നി. പ്രൊഫഷണൽ സാധനത്തിന് പകരം ഒരു സാധനം തോന്നി. ബട്ട് റെനീഷ ആയതുകൊണ്ട് വിശ്വാസമുണ്ട്, പിക്കപ്പ് ആവും. ആൻഡ് നമ്മൾ സ്പ്ലിറ്റ്സ് വില്ല അല്ലെങ്കിൽ റോഡീസ് അങ്ങനത്തെ ഒരുപാട് മറ്റേ ഫിയർ ഫാക്ടർ പണ്ടത്തെ ഖത്രോങ്ക കില്ലാടി കുറേ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ബെഞ്ച് മാർക്കാണ് ഇതിന്. ഓക്കെ, ആ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് ജഡ്ജസിനെ കണ്ടപ്പോൾ തന്നെ അത് ശരി എന്നുള്ളൊരു തോന്നൽ ആദ്യം മുതലേ ഉണ്ട്. ബിക്കോസ് റിയാസും അഖിൽ മാരാറും രഞ്ജിനി ഹരിദാസും ഓക്കെ, ഇതാണ് 3 ജഡ്ജസ്. ഇന്നലത്തെ എപ്പിസോഡിൽ ആ ഒരു ചേച്ചി കരഞ്ഞതും അതൊക്കെ നമുക്ക് വരാം. ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ അവിടെ കണ്ടന്റ് കൊടുക്കുന്നത് ഇപ്പോഴും ആരാണ്? അതാണ് രസം. കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് അവിടുത്തെ ജഡ്ജുകളാണ്. മേ ബി ഒരു ഷോ ആണ്, അല്ല ആ ഷോന്റെ എന്താ പറയാ പാറ്റേണില് അവര് വർക്ക്ഔട്ട് ആക്കിയാലേ ഈ സാധനം ജനങ്ങളിൽ എത്തും. ഇപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇത് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കാണും, നിങ്ങൾ ഇങ്ങോട്ടും വേണമെങ്കിൽ ഒന്ന് ചെറുതായി കൊളത്തിക്കോ എന്നുള്ളൊരു സാധനം ഇട്ടത് കൊണ്ട് തന്നെ ആയിരിക്കും അത് അങ്ങനെ ചെയ്തത്. പിന്നെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു തീം ഇന്നലെ ഭയങ്കരമായിട്ട് അതിനകത്ത് പറഞ്ഞു, മനസ്സിലായോ? ആ ഒരു സാധനങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ റെനീഷ വരുന്നു, റെനീഷ കണ്ടസ്റ്റൻസിനെ വിളിക്കുന്നു, ജഡ്ജസിനെ വിളിച്ചു. രഞ്ജിനിയുടെ എൻട്രിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പാട്ട് നല്ല രസമുണ്ടായിരുന്നു. രഞ്ജിനി അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിലെത്തിയാൽ ഇങ്ങനെയാണ്. ബിഗ് ബോസ് കഴിഞ്ഞാൽ എനിക്ക് വോട്ട്. പക്ഷേ റിയാസിന്റെ ഫേവറേറ്റ് ആ സീസണില് റിയാസ് ഞാൻ പറയട്ടെ, എന്റെ ഫേവറേറ്റ് സത്യം. ഒരു കാര്യം പറയും, 3 പേരും അടിപൊളിയാണ്. അവര് ബിഗ് ബോസ് മെറ്റീരിയൽ 3 പേരും അടിപൊളിയാണ്. റിയാസ് പറഞ്ഞ പോലെ ഗെയിം ചേഞ്ചർ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മ, നമ്മൾ ആ സീസൺ അതുവരെ എല്ലാവർക്കും വെറുപ്പായിരുന്നു, കാരണം റോബിനെതിരെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ആൾമാറട്ട സംഭവത്തില് റിയാസ് കത്തിക്കേറി, സൂപ്പർ ആയിരുന്നു. അല്ല അല്ലെങ്കിൽ ഈ 3 പേരും പിന്നെ മാരാരും എന്റെ ഫേവറേറ്റ് ആണ്. 3 പേരും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എന്നുള്ള നിലയിൽ നല്ല ബിഗ് ബോസ് മെറ്റീരിയൽസ് ആണ്. അവരുടെ റിയൽ ലൈഫിൽ നടന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. മറക്കാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി ഈ 3 പേരുടെ കൂട്ടത്തിൽ രഞ്ജിനി ഹരിദാസിന്റെ എൻട്രി സ്വാഗും ആണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയത്. റിയാസ് ഒക്കെ വന്ന സമയത്ത് തന്നെ ഞാനിതിപ്പോ ചെയ്യണോ വേണ്ടേ, ഞാൻ ഭയങ്കര ഒരു കാഷ്വൽ സാധനം അവര് മനഃപൂർവ്വം ഓവറായിട്ട് കാണിക്കുന്ന നിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. റിയാസിനും മാരാർക്കും ആ സാധനം ഉണ്ടായിരുന്നു. അതായത് ഇതൊക്കെ ഞങ്ങൾക്ക് എന്ത്, ആ മൂഡിലാണ് രണ്ടുപേരും. സത്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, കാരണം ഇതിനകത്ത് ടാസ്ക് ജയിക്കുന്ന ആളില് ഇതാക്കുക, അത്രേ ഉള്ളൂ. മുന്നോട്ട് പോണ വഴിക്ക് നിങ്ങൾക്ക് വല്ല പവർ ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. ആൻഡ് ഇതിനകത്ത് ഇപ്പൊ ചിലര് പറയും ഈ ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ആ അഖിൽമാരാർ ഈ ഷോനെ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞ ആളാ, ഓനെ വീണ്ടും വിളിച്ചുകൊണ്ടെന്ന്. റിയാസ് ഈ ഷോനെ കുറ്റം പറയുന്ന ഒരാളാ, ഓനെ വിളിച്ചുകൊണ്ടെന്ന്. എന്തിനാ ഈ കുറ്റം പറയുന്നവരെ വീണ്ടും വിളിച്ചുകൊണ്ടെന്നിട്ട് ബിഗ് ബോസിന് വേറെ ആൾക്കാരില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതാണ്, അവർക്ക് ആ സാധനം വിറ്റാ മതി, മനസ്സിലായോ? അവർക്ക് ആ ഷോ വിറ്റാ മതി. അതൊരു കോർപ്പറേറ്റ് സെറ്റപ്പ് ആണ്. അവിടെ ആ ഷോ വിറ്റാ മതി അവർക്ക്. അതിന് അവരിപ്പോ ഈ പറഞ്ഞ പോലെ അപ്പ കണ്ണൂര് അപ്പെന്ന് വിളിക്കും, മനസ്സിലായോ? ആ ഷോനകത്ത് ഇപ്പൊ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ബാക്കി ഇപ്പൊ ഈ എല്ലാ സീസണിലും ഇറങ്ങിപ്പോയ കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തിലും ഒരു വിന്നർ വേണം, അത് അഖിൽമാരാര്. അല്ലാതെ ഏതെങ്കിലും ഒരു വിന്നർ അവിടെ കൊടുന്ന് മണിക്കൂട്ടം വരുമോ? എനിക്കൊന്നുമില്ല. ഇനി മണിക്കൂട്ടം വന്നാലടക്കം ഒരു സോഫ്റ്റ് സാധനം. അഖിൽമാരാറിന്റെ പവർ അല്ല കേട്ടോ, പക്ഷെ അഖിൽമാരാറിന്റെ ഷ്രൂഡ് ഗെയിമർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ക്രൂക്കഡ് ഷ്രൂഡ് ഗെയിമർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഭയങ്കര കൺവിൻസിംഗ് ആണ്. അത് ഒരു സീസണിലെ വിന്നേഴ്സിനും. ഇപ്പൊ സാബുമോൻ എടുത്ത് നോക്കിയാലടക്കം സാബുമോനൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് അയാളുടെ ദേഷ്യം വരുമ്പോൾ നമുക്ക് കോമഡി വരാം. അഖില് പക്ഷെ കോമഡിയും ദേഷ്യവും എല്ലാം കൂടിയും കൂട്ടിയിട്ട് അഖിൽ ഈസ് ലൈക്ക് എല്ലാ വിന്നേഴ്സിന്റെ കൂട്ടത്തിലും അവിടെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു വിന്നർ മെറ്റീരിയൽ എന്നുള്ളതിൽ ഓക്കെയാണ് ആള്. അഖിലിന് ആകെ പിന്നെ ഒരു കോമ്പറ്റീഷൻ വരുന്നത് സാബുമോനാണ്. ആ 2 പേരിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്തു, ഇപ്പൊ സാബുമോൻ ആയിരുന്നു എന്ന് ആദ്യം കേട്ടിരുന്നു, പിന്നെ സാബുമോൻ എന്തോ കാര്യം കൊണ്ട് മാറി അഖില് വന്നു. ഗുഡ്. സാബുമോൻ ആണെങ്കിലും ഓക്കെയാണ്, അഖിലാണെങ്കിലും ഓക്കെയാണ്. പിന്നെ അവർക്ക് ആവശ്യം ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ എന്താ പറയാ കുറച്ച് ആളുകളുടെ ഇടയിൽ
സ്റ്റിൽ ഈ ബിഗ് ബോസിന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിപ്പോ ഒക്കെ കാണുന്നതല്ലേ എയർപോക്ക് കേസ് വിഷയങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്റ്റിൽ ആളുകളുടെ ഇപ്പൊ വൈ രഞ്ജിനി ഹരിദാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിനി എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ കോക്രോച്ച് പാർട്ടീൻ്റെ അവിടെ പോയതും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഷീ ഈസ് വെരി ആക്റ്റീവ്. പോഡ്കാസ്റ്റ് തുടങ്ങി, വീഡിയോസ് ഇട്ടു. അവർ എന്താ പറയുക ബാക്ക് ടു സോഷ്യൽ മീഡിയ ഫേസിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ കറൻ്റ്ലി അവർ ഓക്കെയാണ്. ആൻഡ് പവർഫുൾ വുമൻ ഫേസ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി രഞ്ജിനി ഹരിദാസ്. അതെ, അപ്പൊ അത് എല്ലാ സീസണിലും ഒരുപാട് പേര് വന്നു പോയാലും രഞ്ജിനി ഹരിദാസ് ഈസ് എ ഡിഫറെന്റ് ഫയർ ബ്രാൻഡ്, ഒരു വേറെ ഫയർ ബ്രാൻഡാണ് അവർ. അപ്പൊ അത് കിടിലായി. റിയാസ് സലീം ഇനി എന്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി ഈ ചങ്ങായിൻ്റെ കുറേ കാര്യങ്ങളോട് ഒരു താല്പര്യവും ഇല്ല. പക്ഷേ ആസ് എ ബിഗ് ബോസ് ഗെയിമർ ഇയാൾക്ക് ഗെയിം ഇപ്പം ചേഞ്ചർ എന്ന് പറഞ്ഞ പോലെ ആ സാധനം തന്നെ അയാൾക്ക് അറിയാം. ഇവനെന്താ പറയുക, ഇവന് ബിഗ് ബോസിന്റെ സ്ട്രാറ്റജി അറിയാം. അത് കൃത്യമായിട്ട് ഫ്ലോറിൽ ഇരിക്കുന്ന സമയത്ത് അവനോട് വെറുപ്പ് തോന്നിച്ചിട്ടാണെങ്കിലും 10 പേര് അതിന് വേണ്ടിയിട്ട് കാണും. മനസ്സിലായി? അപ്പൊ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം, ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഷോ വിറ്റാൽ മതി. ഓക്കെ, അത് ഇനി ആരെ വേണേ വിളിച്ചു കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും, ആ ഷോ വിൽക്കും. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ സംഗതി. ഇനിയിപ്പോ റെനീഷയ്ക്ക് പകരം ആര് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ റെനീഷ ഇപ്പോ പിക്കപ്പ് ആയില്ലെങ്കിൽ എന്നുള്ള ചോദ്യം. ചിലപ്പോ അവർ ആര്യനെ വരെ കൊണ്ടുവരും. ആര്യ ഈസ് എ ഗുഡ് ഓപ്ഷൻ. ആര്യ ഇവിടെ ഈസ് എ ഗുഡ് ഓപ്ഷൻ. രഞ്ജിനി ഇവിടെ ഇരിക്കുന്നോണ്ടാണ് എനിക്ക് തോന്നുന്നു റെനീഷ അവിടെ പോയത്. മേ ബി വരും സീസണിൽ നമുക്ക് ആര്യോ പേളിയോ അങ്ങനെ ആരെങ്കിലും, പേളിയൊന്നും വരുമോ എനിക്ക് അറിയില്ല. പക്ഷെ ആര്യ ഇവിടെ ഈസ് എ ഗുഡ് ഓപ്ഷൻ. നല്ല ഓപ്ഷൻ ആയിരുന്നു അവർക്ക്. കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ റെനീഷനേക്കാൾ കൂടുതൽ ഒരു ജഡ്ജസിനോട് വരെ ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാള് അല്ലേ ആര്യവടായാണ് എനിക്ക് തോന്നി ഇന്നലെ കണ്ടപ്പോ. അപ്പൊ ഓക്കെ, അപ്പൊ അതാണ് ജഡ്ജിങ് പാനൽ. അങ്ങനെ പോയി. പിന്നെ ആൾക്കാർ വന്നു, അവർക്കൊരു ടാസ്ക് കൊടുത്തു. ടാസ്കിനിടയിൽ ആ ചേച്ചി സംഗതി അത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിരുന്നു. ആ ചേച്ചി ആ താക്കോലൊപ്പം നിന്ന ചെക്കന് കൊടുക്കാൻ. ഞാനത് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഇതാണ് അഗ്നിപരീക്ഷന്റെ സെറ്റപ്പ്. അതായത് ബിഗ് ബോസിന് മുമ്പ് തന്നെ ബിഗ് ബോസിന്റെ ഒരു ഫ്ലേവർ, ബിഗ് ബോസിന് മുമ്പ് തന്നെ ബിഗ് ബോസിന്റെ ഒരു ഫ്ലേവർ സ്ക്രിപ്റ്റുകളൊന്നും. അല്ലെ ഞാൻ പറയട്ടെ, പലരും പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ ടാസ്ക് വളരെ ഷോക്കാണ്, ബിഗ് ബോസിന്റെ ടാസ്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് പോയി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായതുകൊണ്ട് പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വലിയ ഫ്ലോറിൽ ഇത്രയും ക്യാമറ സെറ്റപ്പ് ഉള്ള സമയത്ത്, അതും നമ്മൾ ഡ്രീം ചെയ്തൊരു ഷോന്റെ എൻട്രി വാതിലിക്കൽ നമ്മളോട് പറയുകയാണ് നിങ്ങൾ കുറച്ച് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞിട്ട്, നിങ്ങളോടൊരു പെൻസിൽ ഒടിക്കാൻ പറഞ്ഞാലടക്കം നിങ്ങളെ കൈ ഷിവർ ചെയ്യും മക്കളെ. മനസ്സിലായോ? നിങ്ങൾ അതിലൊരു 10 പെൻസിൽ വന്നിട്ട് ഞാൻ പറയാ, നിങ്ങൾ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ ഡ്രീം ചെയ്ത് നടക്കുന്ന ഒരാള്, നിങ്ങൾക്ക് ആ ഷോയിൽ കയറാൻ വേണ്ടി നിങ്ങൾ അത്രയും എന്താ പറയാ അതികഠിനമായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി, ഇത്രയും ഇൻട്രസ്റ്റഡ് ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ കയ്യിൽ ആ ബിഗ് ബോസ് എൻട്രിക്ക് നീ ഈ 10 പെൻസിൽ പൊട്ടിക്കണം, എനിക്ക് എന്തെന്ന് 10 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. അല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ കത്രോങ്ക ഗിലാഡിയിലുണ്ടായിരുന്നു, പുറം തിരിഞ്ഞ് ബാക്ക് നിന്നിട്ട് മറ്റേ റബ്ബർ ബുള്ളറ്റ് പുറത്തടിക്കണ സാധനങ്ങൾ, അല്ലെങ്കിൽ കാറ് പല്ലോണ്ട് കെട്ടി വലിക്കുന്നത്. എടേ അതൊക്കെ ഹാർഡ് ടാസ്ക് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഡയലോഗ്സ് ആണ് വിചാരിച്ചത്. അത് ഓഡീഷനാണ്, അത് ഓഡീഷൻ. ഇത് പലരും എന്താ പറയുക ഇതിൽ പാളിപ്പോയ എല്ലാരും വിചാരം ഈ 3 ജഡ്ജസ് ഇരിക്കുന്നു, എന്നിട്ട് ഇവരെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ? റോഡി സെറ്റപ്പ് പോലെ റോസ്റ്റ് ചെയ്യുന്നു. ആ സെറ്റപ്പ് ഉണ്ടാവും അടുത്ത റൗണ്ടുകളിൽ, ചിലപ്പോൾ അത് കാണുമായിരിക്കും. പക്ഷെ ഈ ടാസ്കുകൾ ഇപ്പൊ എല്ലാരും മറ്റേ എന്താ സ്റ്റാർ മാജിക് ലെവൽ ടാസ്കുകൾ പക്ഷെ ഈ ടാസ്കുകള് അല്ല, സ്റ്റാർ മാജിക്കിന് ടഫ്നെസ് ഇല്ലാത്തത് എവിടെ അറിയോ? സ്റ്റാർ മാജിക്കിന് അത് ഓടാ പുല്ലേന്നാ. അവര് വന്ന് കാശ് മേടിച്ച് വന്നിരുന്ന ഒരു ഷോ ചെയ്യാണ്. മനസ്സിലായോ? അപ്പൊ അവർക്ക് ഇത് തോറ്റാലും ജയിച്ചാലും അവർക്ക് സീനല്ല. പക്ഷെ ഇവിടെ അതല്ല, ഒരു കണ്ടസ്റ്റന്റിന് ഒരു ഗെയിം തോറ്റാ പോയി, അവരെ പ്രഷറുണ്ട് ആ സിറ്റുവേഷനകത്ത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഈ ഗെയിം മതി, ഇതൊക്കെ ധാരാളമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളോട് ആ സിറ്റുവേഷന് പോയിരുന്നിട്ട് ആ ഗെയിം കളിക്കാൻ പറയുമ്പോഴാവും നിങ്ങൾക്ക് അതിന്റെ ടഫ്നെസ് മനസ്സിലാവുന്നത്. ഇന്നലെ ആ ചേച്ചി കരഞ്ഞ്, ആ ചേച്ചിക്ക് അത് ഇമോഷണലി അത് ഉണ്ടാവും. കാരണം എന്താ, അപ്പ ഫ്ലോറിന്ന് പരിചയപ്പെട്ട ഒരുത്തന്റെ കയ്യിൽ താക്കോൽ എടുത്തിട്ട് അത് അടിച്ചു മാറ്റിയിട്ട് എന്നിട്ട് ഓൻ തുറന്ന് കയറിയെന്നെങ്കിൽ ആ ചേച്ചിന്റെ അവസ്ഥ പോയോ? അപ്പൊ ബിഗ് ബോസിന് മുമ്പ് ഒരു ബിഗ് ബോസിന്റെ ഫ്ലേവർ അവിടെ കിട്ടി തുടങ്ങി. അത് പ്രേക്ഷകർക്കും കിട്ടി, കണ്ടസ്റ്റൻസിനും അത് കിട്ടി തുടങ്ങി. അങ്ങനെ എല്ലാരും കൂടി പൂട്ട് തുറന്നു. ആ ചേച്ചീൻ്റെത് മാത്രമാണ് അതിനകത്തൊരു ഹാപ്പനിങ്, ഒരു എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് അത് മാത്രമാണ്.
ആൻഡ് അത് എന്നാലും കൂടുതൽ ഞാൻ വിചാരിച്ചെന്തറിയോ, ഞാൻ എന്റെ ഇതിൽ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ കൊടുക്കില്ല, ഞാൻ ജെൻസ് ആവും കൂടുതൽ ചെയ്യാന്ന് വെച്ചു. പക്ഷെ ലേഡീസ് ഭയങ്കര ഫുള്ള് പവർ എടുത്ത് എല്ലാം ഭയങ്കര ഇതായിട്ട് നിന്നു. അങ്ങനെയൊന്നുമില്ല, മനുഷ്യന്മാരില്ലേ മനസ്സിലാവും സാധനം ഉണ്ടല്ലോ, കിട്ടണം സാധനം, അത് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഭയങ്കര. അപ്പോ അങ്ങനെ അത് ആ ടാസ്കിന്റെ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് സീൻ എ ഫെമിലിയർ ഫേസ്, എൽദോ. പെരുമ്പാവൂര് ഇപ്രാവശ്യം മത്സരിക്കാൻ നിന്ന പയ്യൻ മത്സരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഈസ് ഗുഡ്, എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഈ ഒരു ബഞ്ച് ഓഫ് ആളുകൾ, 20 ആളുകൾ, അതായത് താക്കോലെടുത്ത്, ആ താക്കോലെടുക്കുന്ന രസമാണ്. ഇവിടുന്ന് ഒരു ക്ലൂ കൊണ്ടുപോകണം, അവിടെ ക്ലൂ ആയിട്ട് മാച്ച് ചെയ്യണം, എന്നിട്ട് കയ്യിലുള്ള കീ എടുത്തിട്ട് ഇത് തുറക്കണം. അപ്പോൾ ഇവര് 20 പേര് അവിടെ എലിമിനേറ്റ് ആയോ ഇല്ലേ നമുക്കറിയില്ല. ആസ് പെർ മൈ തോട്ട് അവർ എലിമിനേറ്റഡ് അല്ല. അവർക്കൊരു ഡിഫറെൻറ്റ് ടാസ്ക് വെച്ചിട്ട് അതൊന്നും കുറച്ച് ആൾക്കാരെ ഇവർ എടുക്കുന്നുണ്ടാവും, കുറച്ച് ആൾക്കാരെ പിന്നെ തട്ടുന്നുണ്ടാവും. ഈ 20 പേരെന്താണെങ്കിലും ഉള്ളിൽ കയറി ജഡ്ജസിന് ഓപ്ഷൻ കൊടുക്കുകയാണ്, എന്ത്, നിങ്ങൾ ഇതിന്ന് ടീം തിരിച്ചോ, അതായത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചുമ്മാ ഒരു ടീം എടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തത്. അവിടെയാണ് രസം. അവിടെയാണ് ബിഗ് ബോസ് തുടങ്ങിയത്. അല്ല, അവിടെ ഈ ജഡ്ജസിന്റെ ബിഗ് ബോസ് അവിടെ തുടങ്ങി. അവര് തമ്മിൽ അത് രസമാണ്, രസമായിരുന്നു. ഇതിന്റെ സെലക്ഷനാ വിറ്റ്. രഞ്ജിനി ഹരിദാസ് സ്ത്രീകളെ മാത്രം, റിയാസും സ്ത്രീകളെ മാത്രം, മാരാര് പുരുഷന്മാരെ മാത്രം. അപ്പോ അവിടെ പരിപാടി തുടങ്ങി. മനസ്സിലായില്ല, അവിടെ തന്നെ സീൻ അതാണ് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കി തന്നവർ എന്താണ് സംഗതി എന്നുള്ളത്. പിന്നെ ചെറിയ രീതിയിൽ ഇവർ ചോദിച്ച ചോദ്യങ്ങൾ ഭയങ്കര രസമായിരുന്നു. റിയാസിന്റെ എന്താ പറയാ മറ്റേ നിലപാട്, മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്തത് ആര്, എന്നോട് മത്സരിക്കാൻ, ഞാനുള്ള സീസണിൽ എന്നെ മത്സരിപ്പിച്ച് തോൽപ്പിക്കാൻ താല്പര്യമുള്ളത് ആര്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അത് രസമായിരുന്നു. അത് ഭയങ്കര എന്താ പറയാ ഒരു ഫൺ കൈൻഡ് ഓഫ് കണ്ടന്റ് ഇട്ടിട്ട് ആൾക്കാരെ. അതെ, അത് പക്ഷെ അവിടുന്ന് അപ്പുറത്തിറങ്ങി തോറ്റമല്ലേ ഇതിൽ നിന്ന് കൂടിയാൽ എന്നാണ്. ഒരു സീസണിൽ ഒരു ടാസ്കും ജയിക്കാത്ത ഒരാൾ അത് പറഞ്ഞിട്ടോ, ഫസ്റ്റ് സീസൺ നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ വന്ന സാധനങ്ങളായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇത് തിരിച്ചു പറഞ്ഞു തോറ്റമല്ലേ. ഇതാ ഞാൻ പറഞ്ഞേ, ഇത് ഇവരുടെ പ്ലാൻഡ് ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത് അല്ലെങ്കിൽ ഇത് പ്ലാൻഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇതിന്റെ ഒരു വേറെ വേർഷൻ നമുക്ക് കാണാൻ പറ്റുമോ അഗ്നിപരീക്ഷയിൽ. കാരണം ഇപ്പോ ടീം ലീഡേഴ്സായി, അവർക്ക് ടീമായി, ഓബിയസ്ലി അവരുടെ ടീമിലുള്ളവരെ ജയിപ്പിക്കാൻ അവർ കൂടുതൽ ശ്രമം നടക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടാസ്കിൽ ടീം ലീഡറിനെ കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ടാസ്കുകൾ വരാം. അപ്പൊ തമ്മിൽ അടിയാവും. അങ്ങനെ അടിക്കാനുള്ള വക ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. റിയാസ് മാരാരോടും, മാരാർ റിയാസിനോടും. ശരിക്കും അവർ രണ്ടുപേരും ഒന്നിച്ചു പോകാത്ത ആൾക്കാരാണല്ലോ. എങ്ങനെയാണ് രണ്ടുപേരും ഒന്നിച്ച് സ്റ്റേജിൽ വന്നത്? കാശ് കിട്ടില്ലേ മോളെ, പണത്തിന്റെ മുകളിൽ മറ്റേ പരുന്തും പറക്കില്ല. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്യണം. ആശയം ഈക്വൽ ടു ആമാശയം അല്ലാത്തത് കൊണ്ടായിരിക്കും റിയാസ് അവിടെ വന്നിരുന്നത്. എസ്പെഷ്യലി റിയാസിന്റെ കേസോട്ടെ ഞാൻ പറഞ്ഞത്. റിയാസിന് ഒരിക്കലും ആരാരുടെ ഒപ്പം ഒരു ഫ്ലോർ പങ്കിടാൻ പറ്റുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആശയം ആമാശയത്തിൽ എത്താത്തത് കൊണ്ട് അത് പങ്കിടണ്ട ഗതികേടായി. അരി വാങ്ങണ്ടേ? അതെ, അരി മേടിക്കണ്ടേ, അരി വാങ്ങണ്ടേ. അപ്പൊ കുത്തലുണ്ടോ? ഞാൻ അവരെ കുത്തിയത്. എന്നെ കുത്തി പറഞ്ഞ പോലെ തോന്നി. ഏയ്, അത് ഞാൻ പറയില്ല. ബിഗ് ബോസ് തുടങ്ങാൻ കുത്തലാണ് കൂടുതലാണ്. ബിഗ് ബോസ് തുടങ്ങിയ ആർക്ക് ഇന്നൊരു കുത്തൽ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്നെ പഠിപ്പിക്കരുത്, വീഡിയോ എടുക്കാൻ ഞാൻ പറയുന്നത്. കണ്ടു, തുടക്കത്തിൽ കണ്ടു. എന്നെ പഠിപ്പിച്ചതാരാ? അല്ല അത് ഞാൻ അതിന്റെ ഉള്ളിൽ ഇരിക്കണം. അതിന്റെ വായന്ന് എന്തെങ്കിലും വരണമെങ്കിൽ. അല്ല, ഞാൻ ഒരു സെക്കൻഡ് ഫോൺ ഇട്ടു, ഞാൻ പറഞ്ഞുതരാം. എന്താ അവനാണ് ഫോണില് വീഡിയോ ചെയ്തു. അപ്പോ അവര് ടീം തിരിച്ചു. പിന്നെ ഓരോരുത്തരുടെയും സ്റ്റോറി അല്ല, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇൻട്രൊഡക്ഷൻ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടി. ഭയങ്കര സ്ട്രോങ് സ്റ്റോറി ലൈൻ ഉള്ള കുറെ ആൾക്കാർ, പേഴ്സണൽ എക്സ്പീരിയൻസ്. എനിക്ക് രഞ്ജിനി ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഡിവേഴ്സ്ഡ് ആയി 2 കുട്ടികളുള്ള ആൾക്കാരാരാന്ന്. ബിഗ് ബോസിന്റെ ഓഡീഷൻസിന് അപ്ലൈ ചെയ്യുമ്പോ കോമൺ ആയിട്ട് വരുന്ന കുറെ സാധനങ്ങളുണ്ട്. ആളുകൾക്ക് കുറെ ട്രോമ അനുഭവിച്ചവര്, കുറെ സഫർ ചെയ്തവര്, കുറെ ലൈഫിൽ ഇതേപോലത്തെ വിഷയങ്ങൾ സംഭവിച്ച് ഇപ്പൊ സ്ട്രഗിൾ ചെയ്ത് കയറി വരുന്നവര്. അതിന്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിഗ് ബോസ് മെറ്റീരിയൽ ആയ ഒരാൾക്ക് എന്ത് ചെയ്യാം, അത് ഈസി ആയിട്ട്. ഇപ്പൊ ഇതിലൊരു 18 വയസ്സുള്ള കുട്ടിയുണ്ട്. ഐ ഹോപ്പ് ഈ അഗ്നിപരീക്ഷയിൽ ആ കുട്ടി കയറിപ്പോകും. ബിക്കോസ് ഈ ഷോയുടെ ഒരു ഷോയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അവർക്ക് ഷോ മേക്കേഴ്സിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അവർക്ക് ഈ ഷോയുടെ അകത്ത് ഇപ്പോൾ ഇത്രയും യങ് ഏജ് ഉള്ള, അതും ആ കുട്ടിയുടെ ഒരു സ്റ്റോറി, ആ കുട്ടി പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടി +2 കഴിഞ്ഞ്
എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവാണ്, ക്യാബിൻ ക്രൂ അപ്പൊ അങ്ങനെ ഒരു ഫയറാണ്. 10-18 വയസ്സേ ഉള്ളൂ. ഷോനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഷോന്റെ അകത്ത് കയറിയ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നുള്ളത് അവർക്ക് കണ്ടന്റാണ്. ഷോ മേക്കേഴ്സിന് അതൊരു ഭയങ്കര കണ്ടന്റാണ്. അപ്പോൾ അങ്ങനത്തെ കുറെ എലിമെന്റുകൾ ഉള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഓക്കെ, അവർക്ക് പൊട്ടൻഷ്യലി ഇപ്പോൾ പൊളിറ്റിക്സ് പറയാനാണെങ്കിൽ എൽദോനെ എടുക്കാം. എൽദോ സ്ട്രോങ് പൊളിറ്റിക്സ് പറയുന്ന ഒരാളാണ്. ഒരു നമുക്ക് തന്നെ ഇപ്പൊ കഴിഞ്ഞ വട്ടം അനീഷ് ഉണ്ടായില്ലേ, അനീഷ് അങ്ങനെയാണല്ലോ, അവിടെ പറഞ്ഞാൽ പിന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അതുപോലെയാണ് എനിക്ക് എൽദോന് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. എൽദോന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാ പറഞ്ഞാൽ പിന്നെ പറഞ്ഞിങ്ങനെ നിൽക്കും. പിന്നെ അങ്ങനെ ഒരു ഇമോഷൻ ഇല്ല, മനസ്സിലായോ? ലെഫ്റ്റ് റൈറ്റ് പിന്നെ നോട്ടൊന്നുമില്ല, അങ്ങനെ നിൽക്കും. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. പിന്നെ വലിയ തട്ടാൻ പുറത്ത് പോവാൻ മാത്രം എന്താ പറയാ, ഒരു അപ്പിയറൻസ് അങ്ങനെ അല്ലെ. പിന്നെ ടാസ്കുകൾ തുടങ്ങി. അപ്പോ റിയാസിന്റെ ടീമിന്റെ ടാസ്ക് മറ്റേ കുപ്പിയല്ല ഗ്ലാസ് വെച്ചിട്ടുള്ള പരിപാടി തുടങ്ങി. ആ ഗ്ലാസ് വെച്ചിട്ടുള്ള പരിപാടി അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നുമില്ല. കാരണം കുറച്ച് ടഫാണ് ആ പരിപാടി. കാരണം കൈ ഒന്ന് ഷിവർ ചെയ്താ പോകും. അപ്പൊ അതിലൊരു ഇൻഫിനിറ്റി ലോക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഇൻഫിനിറ്റി ലോക്കറ്റ് ഓബിയസ്ലി അതിനൊരു പവർ കാണും. ഞാൻ നോക്കുന്നത് ഈ പവർ വീട്ടിലേക്ക് എത്തുമെന്നാണ്. അപ്പോൾ ഓബിയസ്ലി ഒരു 6 പേര് ഇതിന്ന് എന്താണെങ്കിലും ബിഗ് ബോസിന്റെ മെയിൻ ഹൗസിലേക്ക് എൻട്രി ഉണ്ട്. 6-5 ആയിരിക്കും, 6 പേരൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നതാ. കാരണം അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താണെങ്കിലും 1-2 ആളായിരിക്കില്ല, ഒരു ബഞ്ച് ഓഫ് ആളുകളായിരിക്കും പോണത്. അങ്ങനെ പോകുമ്പോൾ ഇവര് വീട്ടിനകത്ത് കയറുമ്പോൾ ഈ ലോക്കറ്റ് ഇട്ടാവും കയറുക. സോ ദാറ്റ് ലോക്കറ്റ് മൈറ്റ് ബി ഹാവിങ് സം പവർ, എന്തെങ്കിലുമൊക്കെ ഒരു പവർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇവരോടൊക്കെ പറയാനുള്ളത്, ഇപ്പൊ ഈ വന്ന ആൾക്കാരൊക്കെ ഇനി എന്താ പറയാ കോമണേഴ്സ് അല്ല കേട്ടോ, യു ലോട്ട് സെലിബ്രിറ്റീസ് നോ. അതെ, നിങ്ങളും പെടട്ടെ, കൂട്ടുംകട്ടെ. അപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചടി, അഗ്നിപരീക്ഷയിൽ വന്നു, അഗ്നിപരീക്ഷയിൽ കിട്ടാതെ പുറത്തു പോയി. എന്നാ ബിഗ് ബോസിക്ക് എത്തിയതുമില്ല. ഇന്നാ ബിഗ് ബോസ് എന്നുള്ള പേരും വരും. ഇത് 2 കെട്ട അവസ്ഥയിലായി പോലെ ഒന്ന് പുറത്താവുന്നവര്. അങ്ങനെ വരില്ല. കാരണം പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കുന്നത് അവരൊരു സങ്കടേ, ബിഗ് ബോസിൽ എത്തിയിട്ട് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ പുറത്തായാലും കുഴപ്പമില്ല. അഗ്നിപരീക്ഷ പോയി ഇന്നെന്താ പറയാ, ഒരു വട്ടം അഗ്നിപരീക്ഷയിൽ വന്നാക്ക് പിന്നെ വരാൻ പറ്റൂല്ലോ. ഇത് ശരിക്കുണ്ടല്ലോ 8ന്റെ പണിയാ ശരിക്കും ഈ അഗ്നിപരീക്ഷ. ഇത്രയും ബഞ്ച് ഓഫ് ആളുകൾക്ക് പിന്നെ ഇതാകെ പോണത് 5-6, ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തായി, പിന്നെ അവർക്കൊരു ചാൻസ് ഇല്ല. ഓക്കെ, മറ്റേതൊരു പ്രതീക്ഷയാണ്, ഇന്റർവ്യൂ കൊടുത്ത് കിട്ടിയാലോ. അല്ല, ഒരു പെണ്ണുണ്ടല്ലേ ഞാൻ 4ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യണം, അതായത് ഫസ്റ്റ് കോമണർ തുടങ്ങിയ സമയത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരെന്നെ ജയിക്കും ചെയ്തല്ലേ? അല്ല, മറ്റേ പെണ്ണ് ഇതല്ല ഈ കുട്ടി അവര് വന്നിട്ട് ഒരു ഇവരെ പേരൊക്കെ പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഇത്രയും ആൾക്കാർ ഒരു എപ്പിസോഡിലും ആയിട്ടുള്ളൂ. പേരൊക്കെ നമുക്ക് പരിചയമായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഏറ്റവും കോമഡി ചെയ്യുന്നത് ഒരു പെണ്ണിനോട് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരോ ചോദിച്ചപ്പോ, അതായത് പേളി മാണിന്ന് വായിച്ചിട്ട് ആദ്യം. അപ്പൊ ഇപ്പത്തെ ഒരു അവസ്ഥ അറിയാലോ, CJP ഇഷ്യൂല് പേളി മാണിയുടെ ആ റിയാക്ഷനും രഞ്ജിനി ആ സമയത്ത് അവിടെ കയ്യടി വാങ്ങി അവിടെ പോയി കത്തി നിൽക്കുന്ന ഒരു ടൈമും, സംവേർ യു ഫീൽ ലൈക്ക് ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് വൺ. കാരണം രഞ്ജിനി ഹരിദാസ് ഒന്നിനും ചാടി ഇറങ്ങാത്ത ഒരാൾ ഈ സീസൺ പൊളിറ്റിക്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ പോയതാണോ? എനിക്കറിയില്ല. അല്ല, ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ബിഗ് ബോസിൽ ഇതിന്റെ ഒരു ഫ്ലെയർ കാണാന്നുള്ളത്. മനസ്സിലായോ? സംവേർ ഐ ഫെൽറ്റ് അവർക്ക് നല്ലൊരു മൈലേജ് ആയത് അവിടെ പോയത്. അങ്ങനെയല്ല, ഈ ഷോയുടെ തീം ഇപ്രാവശ്യം ഡിബേറ്റ് പൊളിറ്റിക്സ് അങ്ങനത്തെ ആ ഒരു സാധനമായിരിക്കും. അങ്ങനത്തെ പൊളിറ്റിക്സ് ഇത് അതിനകത്ത് ഒരു ഇന്നർ സാധനം സെറ്റപ്പ് ആക്കി. ഇതിന് മുന്നേ ഇങ്ങനത്തെ സീസൺ ഉണ്ടായിട്ടുണ്ടല്ലോ മറ്റേ ഇന്ത്യയിലോ തമിഴിലൊക്കെ ഇതേപോലെ ഒരു സാധനം വന്ന് കണ്ടിട്ടുണ്ട്. അധികം എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല. അപ്പോ അല്ലാതെ ചോദിച്ചത് ഇഷ്ടപ്പെട്ടതാരാ, ഞാൻ എനിക്ക് രഞ്ജിനി ഹരിദാസ്, പക്ഷെ ഇതിൽ എഴുതിയത് പേളി എന്നാണല്ലോ. ഞാൻ ഫൈറ്റ് ചെയ്യണമെന്ന് വരുന്നില്ല. ആ പെണ്ണ ആകെ അന്ത വിടായി കുടുങ്ങിപ്പോയി. എന്താ പറയേണ്ടത്, ഇവിടെ സുഖിപ്പിക്കും വേണം, അപ്പുറത്ത് എഴുതിയത് പേളി എന്നാണെങ്കിലും. അപ്പോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അതായത് നമുക്ക് അങ്ങനെ വലിയ വാവ് അല്ലെങ്കിൽ ഭയങ്കര ബോംബ് കൂട്ടറുമായിട്ട് ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഒന്നുമില്ല, നോർമൽ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയില്ല. അല്ലെങ്കിൽ നമുക്ക് തുടക്കം അങ്ങനെ തോന്നില്ലല്ലോ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കത്തി വരുമ്പോഴല്ലേ. അല്ല, ഇതെന്താ പറയാ, കണ്ടസ്റ്റൻസ് തമ്മിൽ ഇനി ടാസ്കുകൾ വരുന്ന സമയത്ത് തമ്മിൽ വരുന്ന ഫ്രിക്ഷൻസും അതിനകത്തേക്ക് ഈ പറഞ്ഞ ജഡ്ജസും കൂടി ഇൻവോൾവ് ആവുന്ന സമയത്ത് ഈ സാധനം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അഖിൽമാരും റിയാസും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കും. കാരണം ഒരു രസം വേണ്ടേ.
കണ്ടസ്റ്റൻസ് തമ്മിൽ ഇല്ലെങ്കിലും ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ പറയാൻ പറ്റില്ല, ഇനി ആൾക്കാർ വന്നാൽ ഗസ്റ്റ് ആയിട്ട് ഇനിയും പ്രീവിയസ് സീസണിലുള്ള ആളുകൾക്ക് വന്നു പോവാലോ. കുറേ സാധനങ്ങൾ ഇവർക്ക് അഗ്നിപരീക്ഷയിൽ ഇൻവോൾവ് ചെയ്യാം. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ടീമിക്ക് ഒരു വേറെ സീസണിലുള്ള ഒരു പ്രീവിയസ് എക്സ് കണ്ടസ്റ്റന്റിനെ കൊടുത്തിട്ട് ഒരു ടീമിന്റെ ലീഡർ ആക്കാം. പല സാധനങ്ങളും ഇവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ജഡ്ജസിന്റെ ഇടയിൽ തന്നെ വേണമെങ്കിൽ കൊണ്ടുവന്നിരുത്താം. പലതും ഇവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് വാച്ച് അല്ലേ, വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും. ഇന്നിപ്പോ ടിവിയിൽ എപ്പിസോഡ് കാണിക്കില്ലേ? ഇന്ന് എപ്പിസോഡ് ഓൾറെഡി ജിയോ സ്റ്റാറിൽ വന്നോണ്ടാണ്. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇപ്പൊ ജിയോ സ്റ്റാറിലാണ്, ജിയോ സ്റ്റാറിലാണ് എല്ലാരും സാധനം കാണുന്നത്. TV കാണുന്ന പ്രേക്ഷകരുടെ എണ്ണത്തിലൊക്കെ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട് തോന്നുന്നു. കുറെ ആൾക്കാർ ആദ്യം തന്നെ ഇത് കണ്ടു തീർക്കും. പിന്നെ 12 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു നമ്മള് ഉറങ്ങി വെച്ചാൽ ഉറങ്ങാൻ കിടന്നു എന്നാ ഉറങ്ങി വെച്ചിട്ടില്ല. ചിലരൊരു കുറെ ആൾക്കാർ അങ്ങനെയുള്ള. അപ്പൊ നമ്മള് ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് നമ്മളത് കണ്ടിട്ട് പിന്നീട് ഉറങ്ങാന്നുള്ളതാണ്. അപ്പൊ ഓക്കെയാണ്. ഓക്കെ. പിന്നെ കേട്ട രസം അറിയോ, 3-4 പേര് മലപ്പുറത്തുനിന്നുണ്ട് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അപ്പൊ ഓക്കെ, ഇനി ഇന്നത്തെ ഇനി പറയില്ല, ഇന്ന് രാത്രി 12 മണിന്റെ എപ്പിസോഡ്. അപ്പൊ നമ്മള് വീണ്ടും ബിഗ് ബോസ് റിവ്യൂസിൽ ഇനി എല്ലാം വരും. ഓക്കെ, ബൈ.